വോട്ട് ഇന്ത്യ വോട്ടിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ചും മത്സരിക്കാൻ അവകാശവാദം ഉന്നയിച്ചും PJ ജോസഫ്. തനിക്ക് മത്സരിക്കാൻ സീറ്റ് വേണമെന്ന് തൊടുപുഴയിൽ വാർത്താ സമ്മേളനം വിളിച്ച് ജോസഫ് ആവശ്യപ്പെട്ടു. PJ ജോസഫ് മത്സരിക്കാൻ താൽപര്യം അറിയിച്ചിട്ടില്ലെന്ന് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിന് മറുപടിയായാണ് ജോസഫിന്റെ പ്രഖ്യാപനം. കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ പഴയ മുഖ്യമന്ത്രിയുടെ ഭാഗമായ ചാലക്കുടിയോ വേണമെന്നാണ് ഇത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ മുമ്പിലാണ് അവതരിപ്പിച്ചത്. ഈ സീറ്റുകളിൽ ആര് മത്സരിക്കുമെന്നത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്. ഒന്നിനൊന്ന് ശ്രമിച്ചത് അന്ന് രാജീവ് ഗാന്ധി മരിച്ച പശ്ചാത്തലത്തിൽ അന്ന് ജയിച്ചില്ല. അതുകൊണ്ട് ലോക്സഭയിലേക്ക് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. കേരള കോൺഗ്രസ് എമ്മിലെ തർക്കത്തിൽ തട്ടി UDF-ലെ സീറ്റ് വിഭജനം പ്രതിസന്ധിയിലായിരിക്കെയാണ് പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കി PJ ജോസഫ് പരസ്യമായി രംഗത്തെത്തിയത്. മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ പിളർന്നു പോകുമെന്ന് തന്നെയാണ് ജോസഫിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. കിരൺ ബാബു, പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെന്ന പരസ്യ പ്രഖ്യാപനത്തിലൂടെ പിന്നോട്ടില്ലെന്ന സന്ദേശമാണ് ജോസഫ് KM മാണിക്ക് നൽകുന്നത്. ജോസഫിന്റെ തലയ്ക്ക് മുകളിലൂടെ ജോസ് കെ മാണി പാർട്ടിയുടെ അമരത്തെത്തിക്കാനുള്ള KM മാണിയുടെ ശ്രമങ്ങളാണ് ഇപ്പോഴത്തെ സീറ്റ് പ്രതിസന്ധിയെ ഇത്രമേൽ രൂക്ഷമാക്കിയിരിക്കുന്നത്. കേരള കോൺഗ്രസുമായി കോൺഗ്രസ് നേതൃത്വം ഉഭയകക്ഷി ചർച്ച നടത്തുന്നതിന്റെ തലേന്നാണ് തൊടുപുഴയിൽ വാർത്താ സമ്മേളനം വിളിച്ച് മത്സരിക്കാൻ തയ്യാറാണെന്ന് PJ ജോസഫ് പ്രഖ്യാപിക്കുന്നത്. 2 സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിക്കുന്ന PJ ജോസഫ് ഊരാക്കുടുക്കിലാണ് KM മാണിയെ എത്തിച്ചിരിക്കുന്നത്. ലയനത്തിന് ശേഷം തങ്ങൾക്ക് അവഗണന മാത്രമാണെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ പരാതി. സമദൂരം സ്വീകരിച്ച് പിണങ്ങിപ്പോയി തിരിച്ച് UDF-ലേക്ക് വന്നപ്പോൾ സമ്മാനമായി കിട്ടിയ രാജ്യസഭാ സീറ്റിലേക്ക് മാണി മകനെ ആശീർവദിച്ച് അയച്ചു. അതിന്റെ അമർഷം തീരും മുമ്പാണ് കേരള യാത്ര നടത്താൻ മാണി ജോസ് കെ മാണിയെ നിയോഗിക്കുന്നത്. പാർട്ടിയുടെ കടിഞ്ഞാൺ ജോസ് കെ മാണിയുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള മാണിയുടെ ശ്രമങ്ങൾ കൂടി മുന്നിൽ കണ്ടാണ് ലോക്സഭാ സീറ്റിൽ ജോസഫ് ഉടക്കുവെച്ചത്. 2 സീറ്റ് കിട്ടില്ലെന്നുറപ്പുള്ള മാണിക്ക് ഉള്ള 1 സീറ്റിൽ ജോസഫ് സ്ഥാനാർത്ഥിയാവുന്നത് ഏതുവിധേനയും തടഞ്ഞേ പറ്റൂ. ജോസ് കെ മാണിയെ ദേശീയ നേതാവാക്കി ഡൽഹിയിലേക്ക് അയച്ച മാണിക്ക് ജോസഫ് ജയിച്ച് പാർലമെന്റിലെത്തിയാലുള്ള അപകടമറിയാം. ഏതെങ്കിലും സാഹചര്യത്തിൽ UPA സർക്കാർ വന്നാൽ മന്ത്രിസ്ഥാനത്തിന് സ്വാഭാവികമായും മുതിർന്ന നേതാവായ ജോസഫിനെ പരിഗണിക്കേണ്ടി വരും. സർക്കാർ ഉണ്ടാക്കാനായില്ലെങ്കിലും PJ ജോസഫ് MP ആയാൽ UPA യോഗങ്ങളിലും മുതിർന്ന നേതാവെന്ന നിലയിൽ ജോസഫിനായിരിക്കും അവസരം. മാണിയെ സംബന്ധിച്ച് പാർട്ടിയിലെ അപ്രമാദിത്വം അടിയറ വയ്ക്കുന്നതിന് തുല്യമായിരിക്കും അത്. അധികാരമുള്ള നേതാവിനൊപ്പം മാത്രം അണികളുണ്ടാവുന്ന പാർട്ടിയിൽ അതുകൊണ്ട് തന്നെ കയ്യിലിരിക്കുന്ന കോട്ടയം സീറ്റ് മാണി ഒരു കാരണവശാലും ജോസഫിന് നൽകില്ല. ഒരു തവണ സീറ്റ് നൽകിയാൽ പിന്നീട് എക്കാലത്തും അവകാശവാദവുമായി ജോസഫ് വിഭാഗം എത്തുമെന്ന ഭയം മാണിക്കുണ്ട്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കേരള കോൺഗ്രസിനുള്ളിലെ കാറും കോളും KM മാണിക്ക് അന്യമല്ല. പാർട്ടിക്കുള്ളിൽ കലഹിച്ച് ജോസഫ് പടക്കിറങ്ങുമ്പോൾ മാണിയുടെ മത്സരിപ്പും നീക്കവും എന്താകും? മാണിക്ക് മാനസപുത്രനായിരുന്ന PC തോമസ് ഇറങ്ങിപ്പോയതടക്കം നിരവധി വൈകാരിക മുഹൂർത്തങ്ങൾ. അപ്പോഴെല്ലാം മാണി കൂട്ടിയും കിഴിച്ചും തന്റെ തട്ട് താഴ്ത്തി. മാണിക്കൊപ്പം കേരള കോൺഗ്രസിന്റെ ആദ്യകാലത്ത് ഒപ്പമുണ്ടായിരുന്ന ബാലകൃഷ്ണപിള്ള പറയും മാണിയുടെ രാഷ്ട്രീയ കണക്ക്. മാണിയെ അറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് മാണി ആദ്യം ഒരു തല്ലുണ്ടാക്കും ഇതിനകത്ത്, പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥിന് വേണ്ടി. അവസാനം ഒരു കോംപ്രമൈസ് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയെ മാണി നിശ്ചയിക്കും. അതാരായിരിക്കും എന്ന് എല്ലാവർക്കും അറിയാം. അത്രയുള്ള അതിന്റെ കാര്യം. കോട്ടയം സീറ്റിൽ മാണി മനസ്സിൽ കണ്ടതാരെ? സ്ഥാനാർത്ഥി കരിങ്ങോഴയ്ക്കൽ തറവാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാകുമോ? തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞ് നമ്മളതൊക്കെ പറഞ്ഞ് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു പോയതാണല്ലോ. പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു ചോദ്യം, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ. മത്സരിക്കാനില്ലെന്ന് നിഷ പറയുമ്പോൾ പൊതുസമൂഹത്തിലുണ്ടാകുന്ന മതിപ്പ് വലുതാണ്. നിഷയുടെ വാക്കുകേട്ട സ്ഥാനാർത്ഥി മോഹികൾ മാണിയെ വട്ടമിടും. പാർട്ടിക്കുള്ളിലെ പോര് കടുക്കും. അവസാനം മാണി തീരുമാനിക്കും. അപ്പോൾ മാണി പറയുന്ന സ്ഥാനാർത്ഥി ആരാകും? രാജ്യസഭയിൽ കളിച്ച കളി തന്നെ ഇതിലും കളിക്കും. രാജ്യസഭയുടെ സീറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരെയും മോഹിപ്പിച്ചു. അവസാനം പറഞ്ഞു മകൻ തന്നെ പോകട്ടെ എന്ന് മാണി തീരുമാനിച്ചു. അതുപോലെ അതേ സംഭവ വികാസമാണ് ലോക്സഭയിലും വരാൻ പോകുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കേരള കോൺഗ്രസിൽ യുദ്ധം മുറുകിയതോടെ നാളെ ചേരുന്ന UDF യോഗം നിർണായകമായി. ഘടകകക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജനത്തെക്കാൾ കേരള കോൺഗ്രസിലെ പിളർപ്പ് ഒഴിവാക്കുകയാകും യോഗത്തിലെ മുഖ്യ അജണ്ട. പക്ഷേ അത് 2ാം സീറ്റ് നൽകിക്കൊണ്ടാവില്ല. മുന്നണിയെ ശക്തിപ്പെടുത്താൻ കേരള കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്ന് UDF കൺവീനർ തന്നെ വ്യക്തമാക്കി. എല്ലാം ഭംഗിയായി നടക്കും. ഫെബ്രുവരി 20-നകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. പകൽക്കിനാവ് കണ്ടു നടന്ന കോൺഗ്രസിന് ഇരുട്ടടിയായി PJ ജോസഫിന്റെ കടുംപെട്ട്.
മത്സരിക്കാൻ സീറ്റ് കിട്ടിയേ തീരൂ എന്ന ജോസഫിന്റെ വാശി മാണിയേക്കാൾ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത് UDF-നെയും മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിനെയുമാണ്. എല്ലാം ഭദ്രമാണെന്ന് പരസ്യമായി അവകാശപ്പെടുമ്പോഴും എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കുമെന്ന കാര്യത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് UDF. UDF-ൽ അവസാനം രമ്യമായ പരിഹാരം മാത്രമേ വരുള്ളൂ എന്ന് ശുഭാപ്തി വിശ്വാസിയായി ഇരിക്കുന്ന ആളാണ് ഞാൻ. പുറത്തു കാട്ടുന്ന ആത്മവിശ്വാസത്തിനപ്പുറം പ്രതിസന്ധി രൂക്ഷമാണ്. കേരള കോൺഗ്രസ് പിളരാതിരിക്കണമെങ്കിൽ 2ാം സീറ്റ് നൽകേണ്ടി വരും. അത് മുസ്ലിം ലീഗിലെയും കോൺഗ്രസിലെയും സീറ്റുമുകളുടെ പ്രക്ഷോഭത്തിനാവും വഴിവെക്കുക. മാണിയെയോ ജോസഫിനെയോ രണ്ടിലൊരാളെ അനുനയിപ്പിക്കാതെ മറ്റു മാർഗമൊന്നുമില്ല കോൺഗ്രസിന്റെ മുമ്പിൽ. 2ാമത്തെ സീറ്റ് അനുവദിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. മുന്നണിക്ക് ഒരു മാനദണ്ഡമുണ്ട്. കഴിഞ്ഞ ഒട്ടേറെ കാലഘട്ടങ്ങളിൽ ജനാധിപത്യ മുന്നണിയിൽ പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സീറ്റുകൾ വിഭജനം ചെയ്തതിനെക്കുറിച്ചിട്ടുള്ള ഒരു മാനദണ്ഡമുണ്ട്. അതോടുകൂടി ചർച്ച ചെയ്യുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ചില വിട്ടുവീഴ്ചകൾ എല്ലാവരും ചെയ്യേണ്ടി വരും. മാണി കോൺഗ്രസ് പിളർന്നാൽ ജോസഫിനെ ഇടതുപാളയത്തിലെത്തിക്കാനാണ് CPM ശ്രമം. ജോസഫും മാണിയും തമ്മിലുള്ള തർക്കം തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇപ്പോൾ അദ്ദേഹത്തിനൊരു പുനർചിന്തനം വന്നിട്ടുണ്ടാവും. അന്ന് ലയനം തെറ്റായിപ്പോയി. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പുറത്തു കിടക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാവും. ജോസഫ് പിളർന്നു പോകുമെന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് KM മാണിയും ജോസ് കെ മാണിയും. ഇതിനുള്ള കാത്തിരിപ്പിലുമാണ് ഇരുവരും. എന്നാൽ മുമ്പ് മാണി മുന്നണി വിടാൻ തീരുമാനിച്ചപ്പോൾ അതിന് എതിരെ നിന്ന ജോസഫിനെ കൈവിടാൻ കോൺഗ്രസിനും ലീഗിനും താൽപ്പര്യമില്ല. പക്ഷേ പിളർന്ന ശേഷം ജോസഫിനെ മുന്നണിയിൽ നിർത്തിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്ന് ഇരു പാർട്ടികൾക്കും നന്നായി അറിയാം. കേവലം സീറ്റ് വിഭജനത്തിനപ്പുറം നാളത്തെ യോഗം രാഷ്ട്രീയമായി പ്രസക്തമാകുന്നതും ഇതുകൊണ്ട് തന്നെ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കോട്ടയത്തിന് പുറമെ ഒരു സീറ്റ് കൂടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ജോസ് കെ മാണി. ഇടുക്കിയോ ചാലക്കുടിയോ വേണമെന്നാണ് ആവശ്യം. നാളെ ചർച്ചയിൽ ഇക്കാര്യം ഉന്നയിക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന PJ ജോസഫിന്റെ നിലപാടിനോട് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും ജോസ് കെ മാണി പറഞ്ഞു. പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് എടുത്ത തീരുമാനം നമ്മൾ 2 സീറ്റിലേക്ക് ചോദിക്കണമെന്നുള്ളതാണ്. 2 സീറ്റ് കോട്ടയത്തിന് പുറമെ 2ാമതൊരു സീറ്റ് ഇടുക്കി അല്ലെങ്കിൽ ചാലക്കുടി വേണമെന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ചർച്ചയിൽ ഞങ്ങൾ ഉന്നയിക്കും. അല്ല, ഞാൻ അതിലേക്കൊന്നും ഒരു പരസ്യപ്രഖ്യാപനം നടത്തുന്നില്ല. ഞാൻ ഇത് പറയുന്നത് ഇന്നസെന്റിനെ എറണാകുളത്ത് പരീക്ഷിച്ച് മത്സരം കൊഴുപ്പിക്കാൻ CPM. ചാലക്കുടിയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. രാജീവും മത്സരിച്ചേക്കും. എറണാകുളത്ത് ലഭ്യമായതിൽ മികച്ച സ്ഥാനാർത്ഥി ഇന്നസെന്റ് ആണെന്ന വിലയിരുത്തലിലാണ് CPM പരീക്ഷണത്തിനൊരുങ്ങുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി വന്ന ഇടതുമുന്നണിക്കായി ചാലക്കുടി പിടിച്ചെടുക്കുകയായിരുന്നു ഇന്നസെന്റ്. രാഷ്ട്രീയ വോട്ടുകളേക്കാൾ സിനിമാ താരമെന്ന ഗ്ലാമറും ജനസമ്മതിയും തന്നെയാണ് ചാലക്കുടിയിൽ മുന്നണിയെ തുണച്ചത്. പിന്നീട് MP എന്ന നിലയിലുള്ള ഇന്നസെന്റിന്റെ പ്രവർത്തനത്തിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ തന്നെ ഭിന്നാഭിപ്രായങ്ങളുണ്ടായി. ഇത്തവണ മത്സരിക്കാനില്ലെന്ന് ഇന്നസെന്റ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ എറണാകുളത്ത് ക്രിസ്റ്റി ഫെർണാണ്ടസിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ CPM ഏറെ പഴി കേട്ടിരുന്നു. ഇത്തവണ മികച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള അന്വേഷണം എത്തി നിൽക്കുന്നത് ഇന്നസെന്റിലാണ്. KV തോമസിന് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ഇന്നസെന്റിന് കഴിയുമെന്നും CPM കണക്ക് കൂട്ടുന്നു. KV തോമസിനെതിരെയുള്ള കോൺഗ്രസിലെ കലാപവും മുതലെടുക്കാനാകുമെന്നാണ് പ്രതീക്ഷ. എറണാകുളത്ത് ഉയർന്നു കേട്ടിരുന്ന മറ്റൊരു പേര് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P. രാജീവിൻ്റെതാണ്. എന്നാൽ ചാലക്കുടിയിൽ മത്സരിക്കാനാണ് രാജീവിന് താൽപ്പര്യം. അടുത്ത ആഴ്ചത്തെ കേന്ദ്ര കമ്മിറ്റിക്കും പിന്നീട് ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾക്കും ശേഷമാകും സ്ഥാനാർത്ഥി പ്രഖ്യാപനം. വിവിയരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. കണിച്ചുകുളങ്ങരയുള്ള വെള്ളാപ്പള്ളിയുടെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച. മന്ത്രിമാരായ തോമസ് ഐസക്കും G. സുധാകരനും കടകംപള്ളി സുരേന്ദ്രനും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. NSS CPM-ന് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചതിന് തൊട്ടുപിറ്റേ ദിവസമാണ് ഈ കൂടിക്കാഴ്ച. സൗഹൃദ സന്ദർശനമെന്നും സമീപത്തെ പരിപാടിയുടെ ഉദ്ഘാടനമെന്നുമൊക്കെ പേരിന് പറയാമെങ്കിലും കൂടിക്കാഴ്ച രാഷ്ട്രീയം തന്നെയായിരുന്നു. സാമുദായിക നേതാക്കളോട് പരസ്യമായി വലിയ അടുപ്പം കാണിക്കാത്തയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുൻപ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കാണാനെത്തിയപ്പോൾ മണിക്കൂറുകൾ കാത്തുനിർത്തിയ ചരിത്രവും അദ്ദേഹത്തിനുണ്ട്. ആ മുഖ്യമന്ത്രിയാണ് മന്ത്രിപ്പടയെ ഒപ്പം കൂട്ടി കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തി വെള്ളാപ്പള്ളി നടേശനെ കണ്ടത്. NSSുമായുള്ള സമവായ സൗഹൃദ ചർച്ചകളെല്ലാം അവസാനിപ്പിച്ച് സുകുമാരൻ നായരെ മാടമ്പിയെന്ന് കൊടിയേരി വിമർശിച്ചതിന്റെ അടുത്ത ദിവസമാണ് ഈ സന്ദർശനം. സുകുമാരൻ നായരെ ശക്തമായി എതിർത്ത് പിന്നോക്ക വിഭാഗത്തെ കൂടെ നിർത്തുവാനുള്ള ശ്രമം തന്നെയാണ് കണിച്ചുകുളങ്ങരയിൽ കണ്ടത്. മാധ്യമങ്ങളുടെ മുന്നിലായിരുന്നു കൂടിക്കാഴ്ചയും സൗഹൃദം പുതുക്കലും. NSS തള്ളിക്കളഞ്ഞാലും SNDP ഉൾപ്പെടെയുള്ളവർ ഒപ്പമുണ്ടെന്ന പ്രഖ്യാപിക്കലായിരുന്നു അത്. വനിതാ മതിലിലൂടെ സൃഷ്ടിച്ചെടുത്ത പിന്നോക്ക വിഭാഗത്തിന്റെ പിന്തുണ തെരഞ്ഞെടുപ്പിലും തുടരുക. കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയത്തെ ഇങ്ങനെ വായിക്കാം.
ഇങ്ങനെയുള്ള സംഘടനകളൊന്നും തന്നെ ഞങ്ങളുടെ ശത്രുക്കളല്ല. ഞങ്ങളുടെ ശത്രുപക്ഷത്ത് അവരാരെയും ഞങ്ങൾ കാണുന്നില്ല. അവിടെ പോകേണ്ടതില്ല എന്നൊരു നിലപാട് ഞങ്ങൾക്കില്ല. മുഖ്യമന്ത്രി SNDPയോട് അടുക്കുന്നുവെന്ന തോന്നൽ NSSനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും. ഇത്തരം രാഷ്ട്രീയ സൗഹൃദ സന്ദർശനങ്ങൾ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് സൂചന. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം മഞ്ചേശ്വരത്ത് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനും കളമൊരുങ്ങി. തെരഞ്ഞെടുപ്പ് കേസിൽ നിന്ന് കെ സുരേന്ദ്രൻ പിന്മാറാൻ തീരുമാനിച്ചു. പക്ഷേ മഞ്ചേശ്വരത്ത് വീണ്ടും മത്സരിക്കാൻ സുരേന്ദ്രൻ ഉണ്ടാവില്ല. കള്ളവോട്ട് നേടിയാണ് PB അബ്ദുൾ റസാഖ് ജയിച്ചത് എന്ന് ആരോപിച്ചുള്ള ഹർജിയാണ് കെ സുരേന്ദ്രൻ പിൻവലിക്കുന്നത്. ഒരു കാരണവശാലും സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കില്ല എന്നുള്ള ഒരു ഉറച്ച നിലപാട് മുസ്ലിം ലീഗും CPM-ഉം ചേർന്ന് എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് ആ കൂട്ടുകെട്ടിനെ തുറന്നു കാണിക്കാൻ നിയമപരമായും രാഷ്ട്രീയമായും പരിശ്രമിച്ചു. രാഷ്ട്രീയമായി ഇനി ഇതിനെ നേരിടുക എന്നുള്ള ഉദ്ദേശമാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. മറ്റേതെങ്കിലും തെരഞ്ഞെടുപ്പുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. പിന്മാറ്റത്തിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ലെന്ന് കെ സുരേന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും അതല്ല വസ്തുത. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം മഞ്ചേശ്വരത്തെ ഉപതെരഞ്ഞെടുപ്പും നടക്കുന്നത് അനുകൂലമാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. കർണാടകയിലെ BJPയുടെ വൻ പ്രചാരണം മഞ്ചേശ്വരത്തുകൂടി ഗുണം ചെയ്യും. കാസർഗോഡ് മണ്ഡലത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന LDF UDF മുന്നണികൾ മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കാൻ പരസ്പരം വോട്ട് മറിക്കില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ ശ്രദ്ധ വേണ്ടത്ര മഞ്ചേശ്വരത്തേക്ക് എത്തില്ല. BJPയുടെ കണക്കുകൂട്ടലുകൾ ഇങ്ങനെ നീളുന്നു. പാർട്ടിയുടെ കണ്ണിൽ കണക്കുകൾ സർവത്രയും അനുകൂലമാണെങ്കിലും കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് വീണ്ടും മത്സരിക്കില്ല. പാർലമെന്റിലേക്കാണ് സുരേന്ദ്രന്റെ നോട്ടം. തൃശൂർ സീറ്റാണ് മത്സരിക്കാൻ കണ്ടുവച്ചിരിക്കുന്നത്. സുരേന്ദ്രൻ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചതും ഇതുകൊണ്ട് തന്നെയാണ്. എന്നാൽ AN രാധാകൃഷ്ണൻ അടക്കമുള്ളവർ രംഗത്തുള്ളതിനാൽ തൃശൂർ സീറ്റിനായുള്ള മത്സരത്തിൽ സുരേന്ദ്രന് ആദ്യം ജയിക്കേണ്ടി വരും. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. നരേന്ദ്രമോദിയുടെ കാലം കഴിഞ്ഞെന്നും ഇന്ത്യ കണ്ട ഏറ്റവും കഴിവുകെട്ട പ്രധാനമന്ത്രിയാണ് മോദിയെന്നും ഗുജറാത്ത് MLA ജിഗ്നേഷ് മേവാനി. വലിയ വാഗ്ദാനങ്ങൾ നൽകുകയും എല്ലാ വിഭാഗം ജനങ്ങളെയും നിരാശപ്പെടുത്തുകയും ചെയ്ത മോദിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അധികാരം നിലനിർത്താനാവില്ല. സമൂഹത്തിന്റെ അടിസ്ഥാന വിഷയങ്ങൾ ഉയർത്തുന്ന ഇടത് പാർട്ടികൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക പങ്കുവഹിക്കാനുണ്ടെന്നും മേവാനി ന്യൂസ് 18നോട് പറഞ്ഞു. അജയ്യനായി നിന്ന നരേന്ദ്രമോദിക്ക് നേരെ ഉയർന്ന അടിയാളവർഗത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും ഉശിരുള്ള ശബ്ദമാണ് ജിഗ്നേഷ് മേവാനിയുടേത്. വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻസ് ഇൻ നെക്സ്റ്റ് ലോക്സഭ ഇലക്ഷൻ? See, next Lok Sabha election is going to be very, very interesting. But one thing is getting more and more clear with every passing day, that Modi is not coming to power again. He won't be able to repeat himself. The way he has disappointed the broad masses of people and youth in particular, he failed on almost all the fronts. He gave the promise of Achhe Din for Dalits, no. Achhe Din for tribals, no. Achhe Din for minorities, no. Achhe Din for women, no. Achhe Din for the youth, no. Achhe Din not even for the unemployed youth of BJP, RSS and ABVP. Is it possible to forge a post-poll alliance and make an alternative government against BJP? That I'm not sure about. That the various components of the grand alliance will have to decide. Congress started to projecting Rahul Gandhi as the Prime Minister. Is he capable to challenge Modi? See, we all are capable to challenge Modi. Not just Rahul Gandhi. You, me, we all are capable to challenge Modi. And in fact, to be very honest, now there is not much point in challenging Modi. His days are over. What's the role of the left parties in the next election? Next, left parties will be playing an important role. They will be playing the important role to set the agenda, to bringing out the right kind of issues. Farmer suicides, agrarian crisis, minimum support of rights, 2 crore jobs, inflation, land reforms. These are the major issues that land always keep focusing: public health, education, transportation. എല്ലാ മേഖലയിലും പരാജയപ്പെട്ട പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നും ഇടതു പാർട്ടികൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായക സ്ഥാനമുണ്ടെന്നും ജിഗ്നേഷ് മേവാനി പറയുന്നു. പ്രിയങ്ക ഗാന്ധിക്ക് പിന്നാലെ ഭർത്താവ് റോബർട്ട് വാദ്രയും സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാദ്ര മത്സരിക്കുമോ? പ്രവചിക്കാനാകില്ലെങ്കിലും റോബർട്ട് വാദ്ര മത്സരിക്കണമെന്നാവശ്യപ്പെടുന്ന പോസ്റ്ററുകൾ ഉത്തർപ്രദേശിന്റെ പല ഭാഗങ്ങളിലും ഉയർന്നിട്ടുണ്ട്. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല പ്രിയങ്ക ഗാന്ധി ഏറ്റെടുത്തിട്ട് ദിവസങ്ങളേ ആയുള്ളൂ. ഇതിന് പിന്നാലെ ഉത്തർപ്രദേശിലെ ജനങ്ങളെ സേവിക്കാൻ തനിക്ക് അതിയായ ആഗ്രഹമുണ്ടെന്ന് വദ്രയും ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഫേസ്ബുക്ക് കുറിപ്പ് ചർച്ചയായതോടെയാണ് റോബർട്ട് വദ്ര മത്സരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ ആവശ്യമുയർന്നത്. ഉത്തർപ്രദേശിലെ മൊറാദാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ പോസ്റ്ററുകളായിട്ടാണ് ആവശ്യം പ്രത്യക്ഷപ്പെട്ടത്. പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ചിത്രങ്ങളും പോസ്റ്ററിലുണ്ട്.
കോൺഗ്രസിന്റെ കുത്തക മണ്ഡലങ്ങളിലൊന്നായിരുന്നു മൊറാദാബാദ്. 2009 കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചെങ്കിലും കഴിഞ്ഞ തവണ 5ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഈ സീറ്റ് തിരികെ പിടിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ റോബർട്ട് വദ്രയെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന് കുടുംബം മാത്രമാണ് രാഷ്ട്രീയമെന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണെന്ന് പോസ്റ്റർ രാഷ്ട്രീയത്തെ വിമർശിച്ച് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. Congress party, which is entitled to have its own system of leadership, used to keep its leadership coming from a single family, which is the Nehru Gandhi family. But now it appears that it is going to be extended to those who are the wider family also. പ്രിയങ്ക ഗാന്ധി സജീവ രാഷ്ട്രീയത്തിലെത്തിയതോടെ റോബർട്ട് വദ്രയ്ക്കെതിരെയുള്ള അഴിമതി കേസുകളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിനിടെ ഉണ്ടായിരിക്കുന്ന പോസ്റ്റർ തന്ത്രം വാദ്രയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ തുടക്കമോ അതോ പ്രിയങ്കയ്ക്കെതിരെയുള്ള മറുഭാഗത്തിന്റെ പുതിയ തന്ത്രമോ? ചർച്ച ചൂടുപിടിച്ചിരിക്കുകയാണ്. പോസ്റ്റർ രാഷ്ട്രീയത്തിന് പിന്നിൽ ആരായാലും ഈ ചർച്ച തന്നെയാണ് അവരുടെയും ലക്ഷ്യം. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.